സിന്ദൂരരേഖ. രചന അവതരണം നില കാർത്തിക. ഭാഗം 5. കാറിൽ നിന്നിറങ്ങി വരുന്നവരിൽ മാത്രമായിരുന്നു സച്ചിയുടെയും ആര്യൻ്റെയും മിഴികൾ. "ആടിപൊളി, വന്നല്ലോ നിനക്ക് ലോട്ടറി എടുത്തു തന്ന നിന്റെ സ്വന്തം ചേട്ടൻ." അഴിഞ്ഞു തുടങ്ങിയ മുണ്ടിനെ ഒന്നുകൂടി മുറുക്കി ഉടുത്തുകൊണ്ട് സച്ചിൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നതും കണ്ടു ആനന്ദിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് വരുന്ന പെൺകുട്ടിയെ. കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുണ്ട്. ഇടം കൈയിൽ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് അവൻ. ഒരു കാലിന് ചെറിയ സ്വാധീനക്കുറവുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. മുടന്തിയാണ് വരുന്നത്. ഇരുനിറത്തോട് കൂടിയ ഉണ്ടക്കണ്ണുള്ളൊരു കാണാൻ ഭംഗിയുള്ളൊരു പെൺകുട്ടി. ആനന്ദിൻ്റെ തോളൊപ്പം തന്നെ പൊക്കമില്ല. പേടിച്ച പോലെയാണ് അവളുടെ വരവ്. "എടാ, ഇത് തന്നെയാണോ പെണ്ണ്?" സച്ചി ആര്യനോടായി ചോദിച്ചു പോയി. "ആ, മുഖം ഇതാണ്. ഞാൻ ഫോട്ടോ കണ്ടതാ. കാലിന് പ്രശ്നമുണ്ടായിരുന്നു. ഈ ചേച്ചിക്ക് വേണ്ടിയാണോ കൃഷ്ണയെ വേണ്ടാന്ന് വെച്ചത്? വട്ടുണ്ടോ ആവോ ഇങ്ങൾക്ക്?" ആര്യൻ എളിയിൽ കൈകൊത്തി അവനെ തന്നെ നോക്കി പറഞ്ഞതും സച്ചി അവനെ കടുപ്പിച്ചൊന്ന് നോക്കി. "കയ്യും കാലും പോകാൻ ഒത്തിരി സമയമൊന്നും വേണ്ട കുഞ്ഞളിയാ. നിന്റെ കയ്യിരിപ്പ് വെച്ച് താമസിയാതെ ഏതെങ്കിലും പെൺകൊച്ചിൻ്റെ ആങ്ങളമാർ ആ ചടങ്ങ് പെട്ടെന്ന് ചെയ്തോളും. പിന്നെ അവൻ അമ്മാതിരി പണി കാണിച്ചത് കാരണം കല്യാണം നടന്നു. കിട്ടിയത് ലോട്ടറി എന്ന് കരുതി അച്ഛനെയും സഹായിച്ച് പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്." മുണ്ടിൻ്റെ കുത്ത് അഴിച്ച് ഒന്നുകൂടി മുറുക്കിക്കൊണ്ടാണ് സച്ചി പറഞ്ഞത്. അതിഷ്ടപ്പെടാതെ ചുണ്ടൊന്ന് കോട്ടി വിട്ടു ആര്യൻ. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു രണ്ടുപേരും. "എടാ ആനന്ദേ, എന്നാ പണിയാടാ നീ കാണിച്ച്? കല്യാണ ദിവസമാണോ ഇമാതിരി പണി കാണിക്കുന്നത്? സച്ചിൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ പാഞ്ഞു ചെന്നുകൊണ്ട് ചോദിച്ചു. പേടിച്ചെന്ന പോലെ ആനന്ദിൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പുറകിലേക്ക് നിന്നു ആ പെൺകുട്ടി. സച്ചി അത് പറയാൻ പറ്റിയില്ല. അവസ്ഥ അതായിരുന്നു. എന്ത് അവസ്ഥ? ഒരവസ്ഥയുമില്ല. ആ സമയം ഞങ്ങളൊക്കെ അനുഭവിച്ച ടെൻഷനുണ്ട്. അത് പറഞ്ഞ് നിനക്ക് മനസ്സിലാകില്ല, അറിയുമോ? എനിക്കറിയാം, പക്ഷേ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം സച്ചി. വേറെ മാർഗമില്ലായിരുന്നു. അതാ ഞാൻ ഹരിയങ്കലിനോട് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? അച്ഛൻ അവരുടെ മുമ്പിൽ തല ഉയർത്താൻ കഴിയാതെ നിന്നുപോയി, അറിയുമോ? അതും പോരാഞ്ഞിട്ട് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത തെക്ക് വടക്ക് നടക്കുന്ന ഇവനെയും കൊണ്ട് ആ പാവം പിടിച്ച പെണ്ണിനെ കെട്ടിക്കേണ്ടി വന്നു." സച്ചി വല്ലാതെ വികാരഭരിതനായി പറയുമ്പോൾ ആര്യൻ്റെ മിഴികൾ ദയനീയമായി ചമ്മിച്ചിരിച്ചു. കേട്ടതിൻ്റെ ഞെട്ടലിൽ അവർ രണ്ടുപേരും ഒരേപോലെ നോക്കിയതും നല്ലതുപോലെ ഒന്ന് ചിരിച്ചു കാണിച്ചു കളഞ്ഞു ആര്യൻ. ചേച്ചിയുടെ കെട്ടിവനായിപ്പോയി. അല്ലെങ്കിൽ വല്ലതും കൊടുക്കാമായിരുന്നു. ഇവനെയും കൊണ്ട് കൃഷ്ണയെ? അതിശയത്തിനപ്പുറം ഞെട്ടലുമുണ്ടായിരുന്നു ആനന്ദിൻ്റെ വാക്കുകളിൽ. "നീ ഇത്ര ഞെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ആ സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു? എന്നാലും ഇവനെക്കൊണ്ട്..." വല്ലാത്തൊരു വിഷമത്തോടെ നോക്കി അനന്തൻ. "മോനെ, നീ വന്നോ?" അനിതയുടെ സംസാരം കേട്ടത് 4 പേരും ഒരേപോലെ നോക്കി. "എന്ത് പണിയാണ് നീ കാണിച്ചത് അനന്ത? എന്നോടെങ്കിലും നിനക്ക് പറയാമായിരുന്നു. ഇതിപ്പോൾ അത്രയും പേരുടെ മുമ്പിൽ വാക്ക് കൊടുത്തിട്ട് അച്ഛൻ നാണം കെട്ടു. അവസാനം എൻ്റെ മനൂട്ടം കെട്ടേണ്ടി വന്നു ആ പെണ്ണിനെ. അതും ഒരേ പ്രായം, മാസം മുമ്പേ ഉള്ളൂ. ഇത്രയും ചെറുപ്പത്തിലെ ഉത്തരവാദിത്തമെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ?" അവരെല്ലാം കൂടി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. "ഞാൻ അത്ര കുഞ്ഞൊന്നുമല്ല എൻ്റെ അമ്മേ. എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് മനുഷ്യൻ നാണം കെടുത്താൻ." ആര്യൻ അമ്മയുടെ നൈറ്റിയിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു. "എൻ്റെ അമ്മയെ പരാതി പിന്നെ പറയാം. അച്ഛൻ വരുന്നതിന് മുമ്പ് 2 പേരെയും അകത്തേക്ക് കയറ്റും. അല്ലെങ്കിൽ പ്രശ്നമാകും. നാട്ടുകാരെ കൂടി അറിയിക്കണം. അല്ലേ തന്നെ അയൽപക്കത്തുകാരുടെ കണ്ണ് ഇങ്ങോട്ടേക്കാണ്." പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ അസീനി അടുക്കളവാതിലിൽ നിന്ന് തല അകത്തേക്ക് വലിച്ചു. "നീ ആ വിളക്ക് ഇങ്ങോട്ടെടുക്ക് ആതിരെ." പറഞ്ഞുകൊണ്ട് അനിത നോക്കുമ്പോഴാണ് ആനന്ദിൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പെണ്ണിനെ അവർ ശ്രദ്ധിക്കുന്നത്. ഇത് അവരുടെ കണ്ണുകൾ കുറുകി. ഇഷ്ടപ്പെടാതെ അനിതനെ നോക്കി അവർ. "ഇത് വാണി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അമ്മേ. ഈ കുട്ടിക്ക് കാലിന് എന്താ പറ്റിയത്?" അവർ പറയാൻ തുടങ്ങിയതും സച്ചി അവർക്ക് മുമ്പിലായി വന്നു നിന്നു. "അമ്മേ, സംസാരം പിന്നെ. ഇവരെ അകത്തേക്ക് കയറ്റ്. എന്തായാലും കല്യാണം നടന്നു. ഇനിയിപ്പോൾ നാട്ടാർക്ക് പറഞ്ഞു നടക്കാൻ വിഷയമുണ്ടാക്കണോ?" അപ്പോഴും കൺമുമ്പിൽ കാണുന്നത് ഉൾക്കൊള്ളാനാകാതെ അവർ നിന്നതും ആതിരകത്തേക്ക് പോയി വിളക്കെടുത്തുകൊണ്ട് വന്നിരുന്നു. "ആരോട് ചോദിച്ചിട്ടാ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടിയത്? ഗോപൻ്റെ വാക്കുകൾ അവിടെ മക പ്രതിധ്വനിച്ചതും ഞെട്ടി നോക്കി വിളക്കിനായി കൈ നീട്ടി വാണിയുടെ കൈയൊന്ന് വിറച്ചു നിന്നു. തിരിഞ്ഞു നോക്കാൻ പോലും ഭയന്ന് നിന്നവൾ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീർ കവിളിൽ നിന്ന് ഉതിർന്നു
തറയിലേക്ക് വീണിരുന്നു. ആനന്ദിൻ്റെ കയ്യിലെ പിടുത്തം മുറുകുന്നത് അറിയുന്നുണ്ടായിരുന്നു വാണി. അപ്പോഴേക്കും അയാൾ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നിരുന്നു. എന്ത് ധൈര്യമുണ്ടായിട്ടാടാ നീ എന്നെ ചതിച്ചത്? പറയുകയും അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കവളിൽ അടിച്ചിരുന്നു. അവനോട് ചേർന്ന് നിന്ന വാണി ആ ആക്കത്തി കാലിടറി നിലത്തേക്ക് വീണുപോയിരുന്നു. വാണി! അച്ഛൻ അടിച്ച അടിയും വേദനയും ആ നിമിഷം മറന്നുപോയിരുന്നു അനന്തൻ. ഓടിച്ചെന്നവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. വേദന കൊണ്ടവൾ നെറ്റി പൊത്തിയിരുന്നു. അയ്യോ, നിങ്ങൾ എന്താ മനുഷ്യയായി കാണിച്ചേ? കാല് വയ്യാത്ത പെൺകൊച്ച, അതിന് എന്താ ചെയ്തേ ഈശ്വരാ? അനിത ഓടി വന്നു വേണിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് തൻ്റെ മുമ്പിൽ കിടക്കുന്ന ആ പെൺകുട്ടിയെ ഗോപൻ കാണുന്നത്. ആദ്യത്തെ ഞെട്ടലിന് ശേഷം വല്ലാത്തൊരു വേദന തോന്നിപ്പോയി ആ മനുഷ്യന്. അപ്പോഴേക്കും അവളെ ചേർത്ത് പിടിച്ച് വേദനയോട് നിന്നുപോയി ആനന്ദ്. മോള് കയറി വാ, ബാക്കിയൊക്കെ അകത്ത് കയറിയിട്ട്. അനിത ഗോപനെ ഒന്ന് കടുപ്പിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത്. വിളക്കുമായി അകത്തേക്ക് രണ്ടുപേരും കൂടി കയറി. ഈ സമയം കുളി കഴിഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി വരികയായിരുന്ന കൃഷ്ണ കൺമുമ്പിൽ പെട്ടെന്ന് ആനന്ദിനെയും മറ്റൊരു പെൺകുട്ടിയെയും കണ്ടതും പകച്ചു നോക്കി നിന്നുപോയി. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവളെ നോക്കാൻ കഴിയാതെ കുറ്റബോധത്തോടെ മുഖം കുനിച്ച് നിന്നുപോയി ആനന്ദും. എല്ലാവരുടെയും നോട്ടം ആ നിമിഷം അവളിൽ തന്നെയായിരുന്നു. കൈത്തണ്ടയെ തൂക്കി പിടിച്ചിരിക്കുന്ന കല്യാണ സാരിയിൽ തെരുപ്പി പിടിച്ച് നിൽക്കുമ്പോൾ ആർക്കും മുഖം കൊടുക്കാതെ സ്വല്പം മാറി നിന്നു കൃഷ്ണ. വിളക്ക് ആ പൂജാമുറിയിലേക്ക് വെച്ചോ മോളെ? അനിത പറഞ്ഞത് കേട്ടതും വേണി ആനന്ദിനെ നോക്കി. അവൻ കണ്ണുകൾ ചിമ്മിയൊന്ന് കാണിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് വിളക്ക് വെച്ച് തൊഴുതു നിന്നു. കൃഷ്ണ, ആ സാരി ഇങ്ങിതാ, വെളിയിൽ അഴയിലിടാം. ആതിര അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കൈ നീട്ടിയതും ചിരിയോടെ കയ്യിൽ മുറുകെ പിടിച്ചു നിന്നു അവൾ. ഞാൻ ഇട്ടോളാം ചേച്ചി, കാണിച്ചാൽ മതി. മനു, എടാ നീ വെറുതെ നിൽക്കുവല്ലേ? ഇവിടെ ഒന്ന് തുണി എവിടെയാ ഇടേണ്ടതെന്ന് കാണിച്ചു കൊടുക്ക്. ആതിര അവനെ നോക്കി പറഞ്ഞതും വാതിലിൽ ചാരി അലസമായി നിന്നവൻ്റെ മിഴികൾ ഒരു നിമിഷം തൻ്റെ മുമ്പിൽ നിൽക്കുന്നവളിൽ കുടുങ്ങിപ്പോയി. കണ്ണുകളൊന്ന് വിടർന്നു. നല്ല നിറമാണ് കൃഷ്ണയ്ക്ക്. കട്ടിപ്പുരികവും വിടർന്ന പൂച്ചക്കണ്ണും വലത്തെ കവിളിൽ നൂണക്കുഴിയും തോർത്തുകൊണ്ട് മുടി പുറകെ കെട്ടിവെച്ചിരിക്കുകയാണ്. കുറുനിരകൾ വെള്ളത്തുള്ളിക്കൊപ്പം നെറ്റിയിലും കവിളിലുമൊക്കെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് വല്ലാത്തൊരു ഭംഗി തോന്നി. അവളിൽ മാത്രമായി കണ്ണുകൾ കുടുങ്ങി നിൽക്കുമ്പോൾ വാ വളിഞ്ഞു പോയതുപോലും അറിഞ്ഞില്ല ആര്യൻ. തന്നെയും കടന്നവൾ പോകുമ്പോൾ വമിക്കുന്ന ചന്ദ്രിക സോപ്പിൻ്റെ മണം ചുറ്റി വളയുന്നതറിഞ്ഞു ആര്യൻ. നീ പോകുന്നില്ലേ കുഞ്ഞളിയാ? സച്ചി തോളിലൊരടി തന്നപ്പോഴാണ് താൻ ഇപ്പോഴും അവളെ വായിൽ നോക്കുവാണെന്ന് ആര്യൻ അറിഞ്ഞത് തന്നെ. പടികൾ ചാടിക്കിടന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതേ കണ്ടു തുണി അഴയിൽ വിടർത്തിയിടുന്നവളെ. ചെറുപച്ച നിറമുള്ള കോട്ടൺ ടോപ്പും വെള്ളയിൽ അതേ നിറമുള്ള പൂക്കളുള്ള പലാസ പോലൊരു പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത്. അന്ന് കൃഷ്ണയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ ആദിചേച്ചിയുടെ കൂടെ താനും കൂടിയാണ് പോയത്. അന്ന് അവൾ ചേട്ടൻ്റെ ഭാര്യയാകാൻ പോകുന്നവളായിരുന്നു. അതുകൊണ്ട് ആ കണ്ണിലാണ് താൻ കണ്ടതും. ഏതെടുക്കണമെന്ന് ആലോചിച്ച് നിന്ന ചേച്ചിക്ക് പലതും എടുത്തു കൊടുത്തത് താനായിരുന്നു. അന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം തൻ്റെ പാതിയാകുന്നവൾക്ക് വേണ്ടി താൻ എടുക്കുന്നതാണ്. തുണിയിട്ട് പിന്തിരിഞ്ഞതും തൊട്ടു മുമ്പിൽ നിൽക്കുന്നവനെ കണ്ടതും പകച്ച് പുറകോട്ട് കാലുകൾ വേച്ചു പോയി കൃഷ്ണയുടെ. എന്താ? അതേ പകപ്പോടെ ചോദിച്ചു അവൾ. ഒന്നുമില്ല എന്ന് ചുമൽ കൂച്ചി കാണിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന ബർമുടയുടെ ഇരു പോക്കറ്റിൽ കൈ ഇട്ടുകൊണ്ട് ശരീരം അനക്കിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിന്നുപോയി ആര്യൻ. അവൻ്റെ നോട്ടവും നിൽപ്പും ഇഷ്ടപ്പെടാത്ത പോലെ അകത്തേക്ക് നടന്നു കൃഷ്ണ. കുഞ്ഞളിയോ, അധികം വിട്ട് ഇളക്കണ്ടാട്ടോ, പ്രയോജനം ഉണ്ടാകാതെ വരും. സച്ചി അവൻ്റെ തോളിലൊന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞതേ കൈ തട്ടി മാറ്റിക്കൊണ്ട് മുൻപോട്ട് നടന്നിരുന്നു ആരു. പുറകിൽ നിന്നുള്ള പരിചയമുള്ള വിളിയിൽ കാല് മണ്ണിലേക്ക് വേരുറച്ച് നിന്നുപോയി ആര്യൻ. ആരോ? അതാര്? സച്ചിൻ മുമ്പ് നിൽക്കുന്നവനെയും നടന്നു വരുന്ന പെൺകുട്ടിയെയും നോക്കി. ഒരു വിറയൽ ദേഹമാകെ പടരുന്നത് അറിയുന്നുണ്ട് ആര്യൻ. തിരിഞ്ഞു നോക്കിയതേ കണ്ടു ഗേറ്റ് കടന്നു വരുന്നവളെ. കണ്ടതും വിളറി ചിരിച്ചു നിന്നുപോയി. തൻ്റെ കാമുകിമാരിൽ ഒരുവൾ, കുറച്ച് പ്രശ്നക്കാരിയും. ഇവളെന്താ ഇവിടെ? എല്ലാം അറിഞ്ഞു തീർന്നു ആര്യൻ മനസ്സിലൊന്ന് ഇരുത്തി പറഞ്ഞു പോയി അവൻ. എടാ, ഇതവളല്ലേ ആ കളത്തുർപ്പടി ഇറച്ചിക്കടയുള്ള ജോണേട്ടൻ്റെ മോള്? ഇവളെന്താ ഇവിടെ?
ജീൻസും ഒരു ചെക്ക് ഷർട്ടുമാണ് അവൾ ഇട്ടിരിക്കുന്നത്. മുടി ഉയർത്തിയാണ് കെട്ടിയിരിക്കുന്നത്. നടപ്പിനൊപ്പം മുടി ഇരുവശത്തേക്ക് വെഞ്ചാമരം പോലെ ചലിക്കുന്നുണ്ട്. ആൻ, നീ എന്താ ഇവിടെ? ഉള്ളിലെ താപം പുറത്ത് കാണിക്കാതെ തൊണ്ടക്കുഴി ഒന്ന് നനച്ചു വിട്ടവൻ ചോദിക്കുമ്പോൾ ശരീരം കിലുകില വിറച്ചു തുടങ്ങിയിരുന്നു. കണ്ണുകൾ പുറകോട്ട് പോയി. അച്ഛനിറങ്ങി വരുമോ, കൃഷ്ണ കാണുമോ എന്നുള്ള ഭയം മൂടിയതും മുഖം വിളറി വെളുത്തുപോയി. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.